മക്കൾസ് സൊല്യൂഷൻ ചാപ്റ്ററിലെ വൺ ഹോം ഫാക്ടർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് അറിയാം. പല രൂപത്തിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇവിടെ ഞാൻ വൺ ഹോം ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. അതായത് ഓരോ കോമ്പൗണ്ടുകളുടെയും NaCl, AlNO3 ത്രൈസ്, K2SO4, Al2SO4 ത്രൈസ്, ഈ 4 കോമ്പൗണ്ടുകളുടെയും വൺ ഹോം ഫാക്ടർ എത്ര എന്നതാണ് ചോദ്യം. നോക്കിക്കേ, NaCl എന്ന് പറയുന്ന ആൾ ഡിസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്, അയോണിക് കോമ്പൗണ്ടാണ്. അപ്പം ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നാണ് ഇയാൾ. ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെല്ലാം ഒന്നാണ്, ഓരോരുത്തരാണ്. NaCl ഒന്നാണ്, AlNO3 ത്രൈസ്. അപ്പം ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെല്ലാവരും ഓരോന്ന് വീതമാണ്. പക്ഷെ ഡിസോസിയേറ്റ് ചെയ്തപ്പം എത്ര എണ്ണമായി? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഡിസോസിയേറ്റ് ചെയ്തതിന് ശേഷം എത്ര എണ്ണമായി നോക്കിക്കേ. NaCl ഡിസോസിയേറ്റ് ചെയ്തപ്പം Na-യുമായി Cl-യുമായി. അപ്പൊ Na വേറെ Cl വേറെ, Na പ്ലസുമായി Cl മൈനസുമായി, അപ്പൊ രണ്ടെണ്ണമായി. Na പ്ലസ് വേറെ Cl മൈനസ് വേറെ, അപ്പൊ രണ്ടെണ്ണമായി. അപ്പൊ ഡിസോസിയേറ്റ് ചെയ്തതിന് ശേഷം 2, ഡിസോസിയേറ്റ് ചെയ്തതിന് മുമ്പ് 1. അപ്പൊ നമ്മൾ ആഫ്റ്റർ എത്ര, ബിഫോർ എത്ര ഡിവൈഡ് ചെയ്തിട്ടാണ് ആൻസർ കാണുക. സോ ആഫ്റ്റർ 2 ഡിസോസിയേറ്റ് ചെയ്തതിന് ശേഷം, ബിഫോർ 1, അപ്പൊ 2/1 = 2. സോ വൺ ഹോം ഫാക്ടർ കാണൽ ഇങ്ങനെയാണ്. ഡിസോസിയേഷൻ ആണെങ്കിൽ വെരി സിമ്പിൾ. എത്രണ്ണം മുറിഞ്ഞു, എത്രണ്ണമായിട്ട് മുറിഞ്ഞു, ആ നമ്പർ അങ്ങ് എഴുതിയാൽ മതി. സോ AlNO3 ത്രൈസ് എത്ര എണ്ണം? Al 1, NO3 3 NO3 3, NO3 മൈനസ് എന്ന് പറയുന്ന അയോൺ 3. അപ്പൊ NO3 3 അലുമിനിയം 1. അപ്പൊ ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ 4 അയോൺസ് ആയി മാറി, 4 കഷ്ണങ്ങളായി മാറി. ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് 1, പക്ഷെ ഡിസോസിയേറ്റ് ചെയ്തതിന് ശേഷം 4 ആയി. അപ്പൊ 4/1 4. ഇനി 1 എഴുതണമെന്നില്ലല്ലോ, എത്രയാണോ ഡിസോസിയേറ്റ് ആ നമ്പർ അങ്ങ് എഴുതിയാൽ മതി. യെസ്, K2SO4 മക്കൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. K2SO4 മക്കൾ എന്ത് എഴുതും? K 2, SO4 4 ആണോ? അല്ല, K 2. ഓക്കെ, SO4 1, SO4 എന്ന് പറയുന്നത് ഒരു അയോണാ. SO4 2- എന്ന് പറയുന്നത് ഒരു അയോണാ, അല്ലാണ്ട് O 4 അല്ല. സോ SO4 1, SO4 എന്ന് പറയുന്ന ഒരു അയോണായിട്ട് അത് മുറിയും, K 2 വേറെയും മുറിയും. അപ്പൊ K 2 2, SO4 1, അപ്പൊ 3, 2ഉം 1ഉം 3. സോ ഡിസോസിയേറ്റ് ചെയ്തതിനു ശേഷം കിട്ടിയ ആൻസർ 3. ഇനി Al2SO4 ത്രൈസ് നിങ്ങൾക്ക് അറിയാം. Al 2, SO4 ത്രൈസ് കണ്ടോ, SO4 ത്രൈസ്. SO4 1, പക്ഷെ SO4 ത്രൈസ് വരുമ്പോൾ 3 ആയി. സോ 3ഉം 2ഉം 5. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് സ്ഥിരം വരുന്ന ഒരു പോയിന്റ് ആണ്, എഥനോയിക് ആസിഡ് ഇൻ ബെൻസീൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? എഥനോയിക് ആസിഡ് ഇൻ ബെൻസീൻ അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് ഇൻ ബെൻസീൻ എന്ന് ചോദിച്ചാൽ, മക്കളെ എഥനോയിക് ആസിഡ് ഇൻ ബെൻസീൻ എന്ന് തന്നാൽ മക്കൾ മനസ്സിലാക്കുക, എഥനോയിക് ആസിഡ് അസോസിയേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ തന്ന 4 ഡിസോസിയേറ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ എഥനോയിക് ആസിഡ് എന്നോ ബെൻസോയിക് ആസിഡ് എന്നോ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ അത് അസോസിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ 2 ആൾ വേണ്ടേ? 2 ആൾ വന്ന് നിൽക്കുന്നു, ആ 2 ആൾ വന്നിട്ട് കൂടിച്ചേരുന്നു, അതാണല്ലോ അസോസിയേഷൻ. അപ്പം അസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2, അസോസിയേറ്റ് ചെയ്തപ്പം അവർ 1 ആയി. സോ അസോസിയേറ്റ് ചെയ്തതിന് ശേഷം എത്ര എണ്ണം? 1. അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ 1 ആയി. അസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ 2, അപ്പം മുമ്പ് 2, അപ്പൊ /2. ആഫ്റ്റർ /ബിഫോർ അല്ലേ ചെയ്യുക? ആഫ്റ്റർ അസോസിയേഷൻ 1, കൂടി ചേർന്നപ്പോൾ 1 ആയി, കൂടി ചേരുന്നതിന് മുമ്പ് 2. ആഫ്റ്റർ /ബിഫോർ, ഇതാണ് I കാണാനുള്ള ഇക്വേഷൻ. സോ 1/2 വിച്ച് മീൻസ് 0.5. അഥവാ ആദ്യം ഉണ്ടായിരുന്ന 2 ആളുകൾ കൂടി ചേർന്നപ്പോൾ 1 ആയി, അപ്പൊ പകുതിയായി, അതാണ് 0.5. സോ അസോസിയേഷൻ വരുമ്പോൾ 0.5 ആയിരിക്കും. അഥവാ അസോസിയേഷൻ വരുമ്പോൾ ഐയുടെ വാല്യൂ അസോസിയേഷൻ വരുമ്പോൾ ഐയുടെ വാല്യൂ 1-നേക്കാൾ കുറവായിരിക്കും. ഡിസോസിയേഷൻ വരുമ്പോൾ ഐയുടെ വാല്യൂ 1-നേക്കാൾ കൂടുതലായിരിക്കും. അസോസിയേഷനും ഡിസോസിയേഷനും ഇല്ലെങ്കിൽ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോളൂ 3 കണ്ടീഷൻസ്. അസോസിയേഷൻ ഇല്ല, ഡിസോസിയേഷനും ഇല്ല, അതുപോലെ അപ്പൊ I 1. ഡിസോസിയേഷൻ വന്നു, അപ്പൊ എണ്ണം കൂടി, അപ്പൊ I > 1. അസോസിയേഷൻ സംഭവിച്ചു, എണ്ണം കുറഞ്ഞു, അപ്പൊ I <1. അപ്പൊ അസോസിയേഷൻ ആണെങ്കിൽ I <1, ഡിസോസിയേഷൻ ആണെങ്കിൽ I > 1. നോ അസോസിയേഷൻ, നോ ഡിസോസിയേഷൻ, I = 1. സോ വൺ ഹോം ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഈ ടോപ്പിക് വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.